ഇതുപോലെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഹൈലൈറ്റ്സ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് എടുത്ത് ചെയ്യാൻ പറ്റും. ഫുള്ള് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിന് ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഹെയർ കളർ നമ്മൾ ചൂസ് ചെയ്യുക. നമ്മുടെ ഫേസിന് ചേരുന്ന കളർ സെലക്ട് ചെയ്യുക. മിക്കവാറും എല്ലാവർക്കും സൂട്ടാവുന്നൊരു കളറാണ് ബർഗണ്ടി, ഇൻറ്റൻസ് റെഡ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഗാർണിയറിൻ്റെ കളർ നാച്ചുറലാണ്. ഇത് ഇൻറ്റൻസ് റെഡാണ്. നമ്മൾ ബർഗണ്ടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു കളർ വേരിയേഷനിൽ വരുന്ന കളറാണ്. 6.60 ആണ്. ഇതിനകത്ത് ഇപ്പം നമുക്ക് നമ്മുടെ കളറിൻ്റെ ക്രീം വരുന്ന ഒരു ട്യൂബുണ്ട്. ഒരു ഫുൾ ട്യൂബാണ്. ഈ ഫുൾ ട്യൂബ് നമ്മുടെ ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ആക്ടിവേറ്ററാണ്, ഡെവലപ്പർ എന്ന് പറയും. ഇതൊരു ഫുൾ ട്യൂബിന് ഫുൾ ഡെവലപ്പർ ചേർത്ത് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ പകുതി ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ പകുതി ചേർത്ത് മിക്സ് ചെയ്യണം. നമ്മൾ 1:1 എന്നുള്ള രീതിക്കാണ്, ഒരു സ്പൂണിന് 1 സ്പൂൺ ഡെവലപ്പർ എന്നുള്ള രീതിക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആഫ്റ്റർ കെയർ ഒരു ക്രീം വരുന്നുണ്ട്, കണ്ടീഷണർ പോലത്തെ. പിന്നെ ഗ്ലൗസും വരുന്നുണ്ട്, അതാണ് ആ കവറിനകത്തുള്ളത്. ഇതാണ് ഡെവലപ്പർ. ഇതിലിതുപോലെ സൈഡിൽ ചേർക്കേണ്ട അളവുകളെല്ലാം സൈഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഷാമ്പൂ വാഷ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്ത ഹെയർ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം, നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഒരേ അളവിൽ ക്രീമും ഡെവലപ്പറും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്രീമിൻ്റെ കളർ ചേഞ്ചായി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയറിൽ നമുക്ക് വേണ്ടുന്ന സ്ട്രാൻഡ് എവിടെയൊക്കെയാണ് കളർ കൊടുക്കേണ്ടത് ആ സ്ട്രാൻഡ് മാത്രം നമുക്കിങ്ങനെ ഇടയുന്നായിട്ട് സെലക്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ക്രീം ഇതുപോലെ ഓരോന്നായിട്ട് സ്ട്രാൻഡായിട്ട് ആ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് വെക്കണം. നമുക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഓരോ സ്ട്രാൻഡും കവർ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് നമ്മൾ ഹെയർ ഇങ്ങനെ മൂവ് ചെയ്യാതെ ഇങ്ങനെ സ്ട്രാൻഡ് പിടിച്ച് വെച്ചാൽ നന്നായിട്ടിരിക്കും. 45 മിനിറ്റ്സിന് ശേഷം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇത് കാണുന്നത്. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആഫ്റ്റർ കെയർ ക്രീം കണ്ടീഷണർ പോലെ അതിനകത്തുണ്ട്. നമ്മൾ ഷാമ്പു വാഷ് ചെയ്ത് കണ്ടീഷണർ അപ്ലൈ ചെയ്തതുപോലെ ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഇതിപ്പോൾ നൈറ്റാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു സൺലൈറ്റിൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളെ ഹെയർ ഡ്രൈ ആവത്തൊന്നുമില്ല. pH ലെവലൊന്ന് ഒക്കെ താഴേക്ക് പോകും. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെ ആഫ്റ്റർ കെയർ നമ്മൾ ചെയ്താൽ മതി. ഒരുപാട് നാൾ ഇത് നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഓയിൽ ആപ്ലിക്കേഷൻ അനുസരിച്ച് കളർ ഫെയ്ഡായി പോയിക്കോളും. പക്ഷേ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളറാണ്. എല്ലാവർക്കും സൂട്ടാവുന്നൊരു കളറാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഹെയറിൻ്റെ ഹാഫ് ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലെങ്ത്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ സ്ട്രാൻഡ് വേണമെങ്കിൽ മാത്രം ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.